പക്ഷേ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നറാവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരത്തുള്ളൂ. പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, റോയ് സാറിനും എൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള. കഴിഞ്ഞ ദിവസമായിരുന്നു അനീഷിന് ഡോക്ടർ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു 10 ലക്ഷത്തോളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് രജിത് കുമാർ ഇപ്പം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കും 10 ലക്ഷം തരണം, ഞാനും ഒരു കോമണറാണ്, അതുപോലെ തന്നെ സെക്കൻഡ് സീസൺ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, താങ്കൾക്ക് ഫ്ലാറ്റോ പൈസയൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, പക്ഷെ അത് പോപ്പുലറാവാൻ ഞാനൊരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ 50 ലക്ഷമൊന്നും ഞാൻ വേണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 10 ലക്ഷമോ ഒരു 5 ലക്ഷമോ ഒക്കെ തരണം. ഞാൻ കുറേയധികം പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യത്തിലേക്കല്ല പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം രജിത് കുമാർ വന്നിട്ട് വീഡിയോ ഇട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തിനാണ് നിങ്ങൾക്ക് തരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനും കൊടുക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.